നമസ്കാരം. ന്യൂസ് ബ്രേക്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഡിസംബർ 21 ഞായറാഴ്ചയാണ്, ധനു 6. പുതിയൊരു വാർത്താ പുലരിയിലേക്ക് 24ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ന്യൂസ് ബ്രേക്സ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ചിരിയുടെ ഓർമ്മക്കൂട്ടിലേക്ക് ശ്രീനിവാസൻ. അന്തരിച്ച മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ ശ്രീനിവാസന്റെ സംസ്കാരം ഇന്ന് നടക്കും. കണ്ടനാടുള്ള വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. എറണാകുളം ടൗൺ ഹാളിൽ ഇന്നലെ നടന്ന പൊതുദർശനത്തിൽ മുഖ്യമന്ത്രി, നടന്മാരായ മമ്മൂട്ടി, മോഹൻലാൽ എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത അത്രയും വലിയ നഷ്ടമാണ് നമുക്കും മലയാള സിനിമയ്ക്കും ഉണ്ടായിരിക്കുന്നത്. സംസ്കാരത്തിനായുള്ള ഒരുക്കങ്ങൾ, അതിനു മുന്നോടിയായുള്ള ക്രമീകരണങ്ങൾ ഏതു തരത്തിലാണ് വിഷ്ണു? ടി കെ, ഞാനിപ്പോൾ ഉള്ളത് കണ്ടനാടുള്ള ശ്രീനിവാസൻ്റെ വസതിക്ക് മുൻപിലാണ്. രാവിലെ മുതൽ തന്നെ ആളുകൾ ശ്രീനിവാസനെ അവസാനം നോക്കി കാണുന്നതിന് വേണ്ടി ഈ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ് ആ തിരക്കും ജനസാഗരവുമെല്ലാം. അത് വീട്ടിലും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ പൊതുദർശനം നടന്ന ടൗൺ ഹാളിലും ഉണ്ടായിരുന്നു. ഇന്നലെ തന്നെ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ നടന്മാരായ മമ്മൂട്ടി, മോഹൻലാലും എല്ലാവരും എത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. ഇന്ന് രാവിലെ 5 മണി മുതൽ തന്നെ വീട്ടിലേക്ക് ആളുകൾ എത്തുന്നുണ്ടായിരുന്നു. അത് അത്രമേൽ ആളുകളുമായി വലിയ വൈകാരിക ബന്ധം പുലർത്തിയിരുന്ന ഒരാളായിരുന്നു ശ്രീനിവാസൻ. അത് സിനിമയ്ക്കകത്ത് മാത്രമല്ല, സിനിമയ്ക്ക് പുറത്തും അദ്ദേഹത്തിനോട് അടുത്ത് നിൽക്കുന്ന ആളുകളോടുമൊക്കെ വലിയ വലിയ സ്നേഹം പുലർത്തിയിരുന്ന ഒരാളാണ്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി തന്നെ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നാണ് ഇന്നലെ സിനിമാ സംഘടനകളുമായി ബന്ധപ്പെട്ടുള്ള ആളുകളൊക്കെ അറിയിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ ഇപ്പോൾ ഇവിടെ വീട്ടിൽ പൊതുദർശനമുണ്ട്. ഇന്നലെ 4 മണിയോടുകൂടിയാണ് വീട്ടിലേക്ക് എത്തിച്ചത്. ആ സമയം മുതൽ ഇന്ന് 10 മണി വരെ പൊതുദർശനത്തിനുള്ള സമയമുണ്ട്. അടുത്ത ഈ പ്രദേശത്തുള്ള ആളുകളുമൊക്കെയും വലിയ ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രദേശവാസികളൊക്കെയാണ് രാവിലെ മുതൽ വന്ന് അദ്ദേഹത്തെ കണ്ട് മടങ്ങുന്നത്. ഈ പ്രദേശത്തുള്ള ആളുകളുമായി വലിയ ബന്ധം പുലർത്തിയിരുന്നു. ഇവിടുത്തെ കൃഷിയും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എല്ലാ വർഷവും നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം ആണ്. മലയാള സിനിമയെ സംബന്ധിച്ച് തീർത്താൽ തീരാത്ത നഷ്ടമെന്ന്, അല്ലെങ്കിൽ അത്രയും വലിയ നഷ്ടമെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്നതിൽ ഒരു അതിശയോക്തി പോലും അതിലില്ല. കാരണം അത്രമേൽ മലയാള സിനിമയെ ലോക സിനിമയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെയൊക്കെ നെറുകയിലെത്തിച്ച തിരക്കഥാകൃത്താണ്. അത് ഓടരുതമ്മ, വാളറിയാമെന്ന സിനിമ മുതൽ ഞാൻ പ്രകാശൻ വരെ അദ്ദേഹം എഴുതിയിട്ടുള്ള ആ സിനിമകളിലെല്ലാം കൃത്യമായ രാഷ്ട്രീയം, കൃത്യമായ നിലപാടുകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. 80ൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന സാമൂഹ്യ വ്യവസ്ഥകൾ ഒരു കുടുംബ പശ്ചാത്തലമാണെങ്കിലും, അതോടൊപ്പം തന്നെ സാമൂഹ്യ വ്യവസ്ഥയാണെങ്കിലും രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അതെല്ലാം ഉണ്ടായിരുന്നു. അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മയും അതോടൊപ്പം തന്നെ ചുവപ്പ് നാട വിഷയവുമൊക്കെ രാഷ്ട്രീയത്തിലെ കള്ളത്തരങ്ങളും എല്ലാം അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതിലൊരു തരത്തിലുള്ള പരുക്കൻ സ്വഭാവങ്ങളോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ റോളോ ഒന്നും എടുക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. വളരെ സിമ്പിളായി, ലളിതമായി, സാധാരണക്കാർക്ക് എങ്ങനെയാണോ സാധാരണക്കാരൻ്റെ ജീവിതം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് അതേപോലെ തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നത് നമ്മൾ കണ്ടതാണ്. സിനിമയ്ക്ക് ഒരു തരത്തിലുള്ള അതിശയോക്തിയോ അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിലേക്കൊന്നും പോകാതെ പരസ്പരം മനുഷ്യർക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവുമില്ല എന്നും ആ പ്രശ്നങ്ങൾക്കപ്പുറത്ത് പ്രത്യാശാഭരിതമായ ഒരു ജീവിതം കാത്തിരിപ്പുണ്ടെന്നും പറയുന്നതായിരുന്നു ശ്രീനിവാസൻ്റെ ജീവിതം. അത് സിനിമക്കകത്തും പുറത്തും അദ്ദേഹം അത് പ്രചരിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഇടതുപക്ഷ സിനിമകൾ അല്ലെങ്കിൽ ഇടതുപക്ഷ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ അതിനിശ്ചിത വിമർശനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന്. ഇന്നലെ പാട്ടിയത്തു നിന്ന് വന്ന പ്രതികരണങ്ങളൊക്കെ അങ്ങനെയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ജന്മനാടാണ് അവിടെ CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഈറ്റില്ലം എന്നൊക്കെ അറിയപ്പെടുന്ന മേഖലയാണ്. അവിടെ തങ്ങളെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ആളാണ് ശ്രീനി എന്ന് അവിടുത്തെ അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ ആ വിമർശനത്തിനെല്ലാം ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതിലൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. കേവലം കമ്മ്യൂണിസം അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയുന്നത് അത് ഏതെങ്കിലും കൊടിക്ക് കീഴേ അതിനപ്പുറത്ത് ഒരു വലിയ വികാരമാണ്. അത് സാമൂഹികമായി ഇപ്പോൾ ജീവിക്കുന്ന ആളുകൾക്ക് മെച്ചപ്പെട്ട രീതിയിലേക്ക് ഒരു ജീവിതം കൊണ്ടുപോകാൻ പറ്റണം. അതാണ് തന്നെ സംബന്ധിച്ച് ഇടതുപക്ഷം, കമ്മ്യൂണിസ്റ്റ്
കമ്മ്യൂണിസം. അതുകൊണ്ട് അത് എവിടെ നിന്ന് വ്യതിചലിക്കുന്നുവോ അവിടെ താൻ വിമർശനം ഉന്നയിക്കും. അത് ആരോടുമുള്ള വിയോജിപ്പല്ല എന്ന് പറയുന്ന ശ്രീനിവാസനെ നമ്മൾ കണ്ടിട്ടുണ്ട്. മലയാളികളോട് എന്തും പറയാനും മലയാളികൾക്ക് എന്തും പറയാനും പറ്റുന്ന അപൂർവം ചില ആളുകളാണുള്ളത്. അത്തരത്തിൽ മലയാളികൾ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ള ഒരാളാണ് ശ്രീനിവാസൻ. ശ്രീനിവാസൻ്റെ സിനിമകളിലേക്ക് വന്നാലും ആ സ്വാതന്ത്ര്യം എല്ലായിടത്തും കാണാൻ സാധിക്കും. ഒരുപക്ഷെ മലയാളികൾ വലിയ പുരോഗമന സംസ്കാരങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആളാണുകൾ എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ പൊള്ളത്തരങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ സിനിമയിലൂടെ ആക്ഷേപഹാസ്യത്തിലൂടെയൊക്കെ വിവരിച്ചിട്ടുണ്ട്. ആക്ഷേപഹാസ്യത്തിൻ്റെയും വിമർശനത്തിൻ്റെയും എല്ലാ സാധ്യതകളും അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിപ്പോൾ അദ്ദേഹം സംവിധാനം ചെയ്ത 2 സിനിമകളാണെങ്കിലും അതിനപ്പുറത്ത് തിരക്കഥ എഴുതിയ സിനിമകളിലൊക്കെ ആണെങ്കിലും ആ രാഷ്ട്രീയം എല്ലായിടത്തും നിഴലിച്ച് നിന്നത് ആണ് ആ സിനിമകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏടായി നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന ജെൻസി കാലഘട്ടത്തിൽ പോലും ആ സിനിമകൾ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ കാര്യം, അതിൻ്റെ കാലിക പ്രസക്തിയും അതിൻ്റെ രാഷ്ട്രീയ പ്രമേയവും ഒക്കെ തന്നെയാണ്. അതിലൊന്നും ഒരു തർക്കവുമില്ല. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിലെ ആളുകൾ ശ്രീനിവാസന്റെ കണ്ടനാട്ടെ വീട്ടിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു വിഷ്ണു സുരേഷ്. സംസ്കാരം രാവിലെ 10 മണിയോടുകൂടി ഉണ്ടാകും എന്നാണ് കുടുംബവും സിനിമാ സംഘടനകളും ഒക്കെ അറിയിച്ചിരിക്കുന്നത്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ ഓർമ്മയാവുകയാണ്. കണ്ടനാട്ടിലുള്ള വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടക്കും. ഇനി ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളുമായി 24-ന്റെ പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ, കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, കോഴിക്കോട്ട് നിന്ന് ഷഹദ് റഹ്മാൻ, ഡൽഹിയിൽ നിന്ന് ആർ അച്യുതൻ എന്നിവർ ഇന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ് എന്നത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും. ആദ്യം തിരുവനന്തപുരത്തേക്കാണ്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഉമേഷ്, സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരുടെ സത്യപ്രതിജ്ഞ ഇന്ന് നടക്കാൻ പോവുകയാണ്. ഇതടക്കം ഇന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകളെ എങ്ങനെയാണ് കാണേണ്ടത് ഉമേഷ് ബാലകൃഷ്ണൻ? ഏറ്റവും പ്രധാനമായി ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങ് തന്നെയാണ്. ഇന്ന് തദ്ദേശ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരത്തേക്ക് വന്നാൽ ആദ്യം ജില്ലാ പഞ്ചായത്തിലെ പ്രതിനിധികളും ഒപ്പം പഞ്ചായത്തുകളുടെയും ബ്ലോക്കുകളുടെയും പ്രതിനിധികളും രാവിലെ 10 മണിയോടുകൂടി സത്യപ്രതിജ്ഞ ചെയ്യും. ജില്ലാ പഞ്ചായത്ത് സത്യപ്രതിജ്ഞകൾ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. ജില്ലാ കളക്ടറായിരിക്കും ആദ്യ പ്രതിനിധിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. അതിനുശേഷം ഏറ്റവും മുതിർന്ന ആളായിരിക്കും ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുക. അതിനുശേഷം ആ മുതിർന്ന ആളായിരിക്കും മറ്റുള്ളവർക്ക് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കുക. 11:30-ക്കാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. സത്യപ്രതിജ്ഞാ ചടങ്ങ് സമാനമായി തിരുവനന്തപുരം കോർപ്പറേഷനിലും ആദ്യ മുതിർന്ന പ്രതിനിധി, അത് തിരുവനന്തപുരത്തെ ക്ലീറ്റസ് എന്ന കോൺഗ്രസിൻ്റെ നേതാവാണ്. അദ്ദേഹത്തിന് ക്ലീറ്റസിന് ഈ ആദ്യ സത്യവാചകം ജില്ലാ കളക്ടർ ചൊല്ലിക്കൊടുക്കും. അതിനുശേഷം ബാക്കി 199 അംഗങ്ങൾക്കും ക്ലീറ്റസിന് മുന്നിലാണ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏറ്റെടുക്കുന്നത്. ഇന്നുവരെ ഈ 50 അംഗങ്ങളുമായി BJP അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് യാത്ര തിരിക്കുന്നത്. രാവിലെ 9 മണിയോടുകൂടി കാൽനടയായി ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഇവർ തിരിക്കും. അതിനുശേഷം രക്തസാക്ഷി മണ്ഡപത്തിലെത്തി അവിടെ പുഷ്പാർച്ചന നടത്തിയിട്ടാണ് ഈ 50 അംഗങ്ങളും നേരെ പാളയത്തെ നഗരസഭ ആസ്ഥാനത്തേക്ക് എത്തുന്നത്. CPM-ൻ്റെയും LDF-ൻ്റെയും 29 അംഗങ്ങളാണുള്ളത്. കോൺഗ്രസിൻ്റെ 19 അംഗങ്ങളും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. സ്വതന്ത്രരായ 2 പേരും ഇന്ന് സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും വലിയ ഒരു വിപുലമായ ചടങ്ങാണ്. 101 അംഗങ്ങളുണ്ടെങ്കിലും ഒരു മേഖല, അതായത് വിഴിഞ്ഞത്ത് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്ന സാഹചര്യമുണ്ട്. ബാക്കി 100 അംഗങ്ങളാണ് സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്ന് കൗൺസിൽ സ്ഥാനം ഏറ്റെടുക്കുന്നത്. ഒപ്പം ഈ മേയർ അടക്കമുള്ളവരുടെ തെരഞ്ഞെടുപ്പ് 26-ാം തീയതി നടക്കും. റിജിത്ത്. ശരി, ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇനി ഷഹദ് റഹ്മാൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷഹദ്, വയനാട് പുൽപ്പള്ളിയിൽ കടുവാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൂമന്മാറിൻ്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കുകയാണ്. ബന്ധുക്കളുടെ വലിയ പ്രതിഷേധം, നാട്ടുകാരുടെ വനംവകുപ്പിനെതിരായ പ്രതിഷേധമൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. ഇതടക്കം അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ സത്യപ്രതിജ്ഞ, അതുൾപ്പെടെ വടക്കൻ കേരളത്തിൽ നിന്ന് ഇന്ന് പ്രധാനമായും പ്രതീക്ഷിക്കേണ്ട വാർത്തകൾ എങ്ങനെയാണ് ഷഹദ് റഹ്മാൻ? റിജിത്ത്, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ, അതായത് മലബാർ മേഖലയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് ജില്ലാ പഞ്ചായത്തിലേക്കുള്ളത് 10 മണിക്കും അതുപോലെ തന്നെ കോർപ്പറേഷനിലേക്കുള്ളത് 11:30 മണിക്കുമാണ് നടക്കുക. പ്രധാനപ്പെട്ട 2 വാർത്തകൾ എന്ന് പറയുന്നത് ഒന്ന് കാസർഗോഡ് നിന്നും മറ്റൊന്ന് വയനാട്ടിൽ നിന്നുമാണ് ഇന്ന് ഉണ്ടാവുക എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ടത് റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് വയനാട് പുൽപ്പള്ളിയിൽ കടുവ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സാഹചര്യം ഉണ്ടായത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കുടുംബത്തെ അറിയിച്ചില്ല ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഘട്ടത്തിൽ എന്ന് പറഞ്ഞായിരുന്നു കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായത്. നമുക്കറിയാം, വയനാട് കഴിഞ്ഞ കുറെ അധികം നാളുകളായി തുടർച്ചയായ വന്യജീവി ആക്രമണത്തിൽ
പൊറുതിമുട്ടുന്ന ജനങ്ങളാണ്. അവിടെയാണ് ഇന്നലെ ഈ കടുവ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വണ്ടിക്കടവ് ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് മൃതദേഹം ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയതുമായി ചൊല്ലിയായിരുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും. മറ്റൊന്ന് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ഇരിണിയിൽ പുലിയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ പുലിക്കായിട്ട് തിരച്ചിൽ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഒരു വളർത്തുമൃഗത്തെ അത് ഈ പുലി കൊല്ലുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് അവിടുത്തെ CCTV-യിൽ പതിയുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ വലിയ ഭീതിയിലാണ്. കാരണം തുടർച്ചയായി ഈ മേഖലയിൽ പുലി ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ പുലിയെ കണ്ട പശ്ചാത്തലത്തിൽ വലിയ ഭീതിയിലാണ്. അപ്പോൾ പുലിയെ പിടികൂടണം എന്ന ആവശ്യവുമായി നാട്ടുകാർ എന്തായാലും രംഗത്തെത്തിയിട്ടുണ്ട്. ഇതടക്കമുള്ള പ്രധാനപ്പെട്ട വാർത്തകളാണ് മലബാറിൽ നിന്നും ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, ഷഹദ് റഹ്മാൻ, വടക്കൻ കേരളത്തിൽ നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ് എന്ന കാര്യം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയായിരുന്നു. അതിൽ തന്നെ പ്രധാനം തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞയാണ്. മറ്റൊന്ന് വയനാട്ടിൽ നിലനിൽക്കുന്ന കടുവ പേടിയാണ്. ഇനി വിവരങ്ങളുമായി ഐഷത്തുൽ ഷംന കൂടി നമുക്കൊപ്പം ചേരും. അതിനു മുമ്പ് ഒരു വിവരം കൂടി പ്രേക്ഷകരെ അറിയിക്കാം. അത് പാലക്കാട് മണ്ണാർക്കാട് പാലക്കയം വാക്കോട് കെണിയിൽ കുടുങ്ങിയ പുലിയെ റേഞ്ച് ഓഫീസിലേക്ക് മാറ്റി എന്ന പുതിയ വിവരം പുറത്തു വരുന്നുണ്ട്. പുലിയുടെ ആരോഗ്യനില പരിശോധിച്ചതിന് ശേഷമാകും തുടർ നടപടികൾ ഉണ്ടാവുക. ഇന്നലെ രാത്രിയാണ് പ്രദേശത്തുള്ള റബ്ബർ തോട്ടത്തിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങിയത്. കഴിഞ്ഞ മാസം പ്രദേശത്ത് പുലിയെ കണ്ടതായി സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് പ്രദേശവാസികൾ കൂടുവെക്കാൻ ആവശ്യം ഉന്നയിച്ചത്. പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ടമർദ്ദനത്തെ തുടർന്ന് അതിഥി തൊഴിലാളി രാംനാരായൺ ഭയ്യ കൊല്ലപ്പെട്ട കേസിൽ അന്വേഷണം ഏറ്റെടുത്ത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാകും അന്വേഷണം നടക്കുക. നിലവിൽ 5 പേരുടെ മാത്രമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ട് എന്ന കാര്യം പോലീസ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ശേഷമാകും തുടർ നടപടികൾ ഉണ്ടാവുക. അതേസമയം പിടിയിലായ പ്രതികളുടെ രാഷ്ട്രീയ പശ്ചാത്തലമുയർത്തി ഡിവൈഎഫ്ഐ രംഗത്തെത്തിയിട്ടുണ്ട്. അറസ്റ്റിലായ 5 പേരിൽ 4 പേരും RSS BJP പ്രവർത്തകരും മുമ്പ് ക്രിമിനൽ കേസിൽ അകപ്പെട്ടിട്ടുള്ളവരുമാണ്. ബുധനാഴ്ചയായിരുന്നു രാംനാരായൺ ആൾക്കൂട്ടമർദ്ദനത്തെ തുടർന്ന് കൊല്ലപ്പെട്ടത്. പാലക്കാട് യുവാവിനെ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊന്ന സംഭവത്തിൽ കൊല്ലപ്പെട്ട രാംനാരായണന്റെ ബന്ധുക്കൾ ഇന്ന് തൃശൂരിലെത്തും. ഭാര്യയും മറ്റു കുടുംബാംഗങ്ങളുമാണ് ഉച്ചയോടെ തൃശൂരിലെത്തുക. തൃശൂർ മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ പിന്നീട് നിലപാട് വ്യക്തമാക്കും. കുടുംബത്തിലെ ഒരാൾക്ക് ജോലി, അതുപോലെ ധനസഹായം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ കുടുംബം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മനുഷ്യാവകാശ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരുമൊക്കെ ഈ ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ശരിയായ അന്വേഷണവും നടപടിയും കേസിൽ ഉണ്ടാകണമെന്നും മനുഷ്യാവകാശ പ്രവർത്തകർ ആവശ്യപ്പെടുന്നു. മെറ്റാഗ്ലാസ് ധരിച്ച് തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രവേശിച്ച ആൾക്കെതിരെ പോലീസ് കേസെടുത്തു. ശ്രീലങ്കൻ സ്വദേശിയായ തിരുനീപ്പനെതിരെയാണ് തിരുവനന്തപുരം ഫോർട്ട് പോലീസ് കേസെടുത്തത്. ഇന്നലെയാണ് മെറ്റ പുറത്തിറക്കിയ അത്യാധുനിക സാങ്കേതിക വിദ്യകളോടെയുള്ള കണ്ണട ഉപയോഗിച്ച് ഇയാൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ചിത്രങ്ങൾ പകർത്തിയത്. തുലാഭാര മണ്ഡപത്തിന്റെ അടക്കമുള്ള ദൃശ്യങ്ങളാണ് ഇയാൾ പകർത്തിയിട്ടുള്ളത്. കണ്ണടയിൽ ലൈറ്റ് മിന്നുന്നത് കണ്ടതോടെ അധികൃതർ പരിശോധിക്കുകയായിരുന്നു. തുടർന്നാണ് ക്യാമറ ശ്രദ്ധയിൽപ്പെട്ടത്. അതേസമയം സംഭവത്തിൽ കേസെടുത്തെങ്കിലും ചോദ്യം ചെയ്യലിന് ശേഷം ഇയാളെ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അസം സന്ദർശനം ഇന്ന് പൂർത്തിയാകും. രാവിലെ ഗുവാഹത്തിയിലെ ബോറഗാവിലുള്ള സ്വാഹിക് സ്മാരക ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി രക്തസാക്ഷികൾക്ക് ആദരമർപ്പിക്കും. തുടർന്ന് ദിബ്രുഗഡിലെ നംപൂരിലെ അസം വാലി ഫെർട്ടിലൈസർ ആൻഡ് കെമിക്കൽ കമ്പനി ലിമിറ്റഡിന്റെ അമോണിയ യൂറിയ പദ്ധതിക്കായി ഭൂമി പൂജ നടത്തും. ചടങ്ങിൽ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഗുവാഹത്തിയിലെ ലോകപ്രിയ ഗോപിനാഥ് ബർദലോയ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അസമിൽ ഏകദേശം 15,600 കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലുമാണ് പ്രധാനമന്ത്രി നിർവഹിക്കുക. കോളറ ഭീതിയിലാണ് വയനാട് പനമരം കൂളിവയൽ അടിയ ഉന്നതിക്കാർ. കഴിഞ്ഞ ദിവസം ഒരാൾ മരിക്കുകയും 8 പേർക്ക് കോളറ സ്ഥിരീകരിക്കുകയും ചെയ്തു. അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ കഴിയേണ്ടി വരുന്ന അവസ്ഥയാണ് ഇവിടുത്തെ ഗോത്രവർഗ കുടുംബങ്ങൾക്ക്. 4 പേര് ആശുപത്രിയിലുണ്ട്. നമ്മൾ മാത്രമേ പെണ്ണിനെ കൊണ്ട് ആശുപത്രി ഉണ്ടായിരുന്നു ഇത്ര ദിവസം. പെണ്ണിനെ അത് തന്നെ. അത് കാരണം ഇപ്പം ഇന്നലെ ഞങ്ങൾ ഡിസ്ചാർജ് ആയി വന്നു. ഇന്ന് ഞാനും പോവുകയാണ്. കോളിൻ്റെ കാര്യം ലേശം ഡേഞ്ചറാണ്. കൂളിവയൽ ഉന്നതിയിൽ 15 വീടുകളിലായി 90ഓളം പേർ കഴിയുന്നു. കിണർ മലിനമാണ്. മലിനജലം ഒഴുകുന്ന ഓട.
ഇത്രയും കുടുംബത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന ശുചിമുറികളുടെ എണ്ണം 2. ആളുകൾക്ക് പനിയും വിറയലും ത്വക്കുരോഗവും വരെയുണ്ട്. കോളറ പടർന്നു പിടിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചോമൻ എന്ന 85-കാരൻ മരിച്ചു. അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഇങ്ങനെ വരിക, കൊണ്ടുപോവുക, പിന്നെയും വരിക. അവസ്ഥ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിലല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ വീട്ടിൽ വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 2 ദിവസം 3 ദിവസം ഇവിടെ വയറ്റിൽ പോയി കഴിഞ്ഞ് വിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ആളങ്ങ് തളർന്നു പോവുകയാണ്. പനമരം പഞ്ചായത്തിലെ 3-ാം വാർഡിലാണ് ഇങ്ങനെ ഒരു ഉന്നതി. ഉപയോഗിക്കാൻ പറ്റിയ, അതായത് 5 ടോയ്ലറ്റിൽ 2 മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ബാക്കിയെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് വേസ്റ്റായി കിടക്കാണ്. ഈ കിണറിൽ ഈ 85 അംഗങ്ങൾ ഉപയോഗിക്കുന്ന കിണർ പൊട്ടിപ്പൊളിഞ്ഞതുകൊണ്ട് ഈ വേസ്റ്റ് ജലം മൊത്തം ഈ കിണറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വെള്ളത്തിനായിരിക്കാം ഈ രോഗം പടർന്നു പിടിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം നിലവിലുള്ള ST വിഭാഗം, ആദിവാസി ഇതുപോലെയുള്ള ആളുകളൊക്കെ മൊത്തം എല്ലാം തികഞ്ഞവരാണ് എന്നുള്ള വരുത്തി തീർത്തുകൊണ്ട് ഇവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, നിലവിലുള്ള ആനുകൂല്യങ്ങൾ പോലും കിട്ടാത്ത രീതിയിലാണ്. 2022-23 കാലത്ത് അംബേദ്കർ സെറ്റിൽമെന്റ് പദ്ധതി അനുസരിച്ച് 1 കോടി രൂപ അനുവദിച്ചിട്ടും ഇവിടെ നടപടികൾ ഒന്നുമായിട്ടില്ല. ടാങ്കിൽ വെള്ളമെത്തിക്കുന്നതും ക്ലോറിനേഷൻ നടത്തുന്നതുമെല്ലാം താൽക്കാലിക നടപടികൾ മാത്രം. വേണ്ടത് ശാശ്വത പരിഹാരം എന്നാവശ്യപ്പെടുന്നുണ്ട് ഇവിടുത്തെ മനുഷ്യർ. 24 വയനാട്. ഇനി ഡൽഹിയിലേക്കാണ്. രാജ്യതലസ്ഥാനത്ത് നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ് എന്ന കാര്യം പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ ഡൽഹിയിൽ നിന്ന് അച്യുതൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അച്യുതൻ, ഇന്ന് എന്തൊക്കെ വാർത്തകൾ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രതീക്ഷിക്കണം? അച്യുതൻ. റിജിത്ത്, ഗുഡ് മോർണിംഗ്. ഡൽഹി കേന്ദ്രീകരിച്ച ഇന്ന് വരുന്ന പ്രധാന വാർത്തകളിലൊന്ന്, കഴിഞ്ഞ കുറേ ദിവസമായി തന്നെ വായു മലിനീകരണം രൂക്ഷമായി തുടരുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇന്നലെ മാത്രം ഏതാണ്ട് 129 വിമാന സർവീസുകളാണ് ഡൽഹിയിൽ മാത്രം റദ്ദാക്കിയത്. മറ്റ് എയർപോർട്ടുകൾ പട്ന, അതുപോലെ തന്നെ കൊൽക്കത്ത എന്നിവിടങ്ങളിലും പ്രതിസന്ധി നേരിട്ടു. പ്രധാനമന്ത്രിയുടെ ബംഗാൾ സന്ദർശനം പോലും ഈ കനത്ത മൂടൽമഞ്ഞ് കാരണം വൈകുന്നതിന് കാരണമായി അദ്ദേഹം റാലി വെർച്വലായിരുന്നു അഭിസംബോധന ചെയ്തത്. ഇന്നും സാഹചര്യങ്ങളിൽ അല്പം പോലും മാറ്റമില്ല. 400-ന് മുകളിലാണ് ഡൽഹിയിലെ വായു ഗുണനിലവാര സൂചിക തുടരുന്നത്. അതായത് ഗുരുതര വിഭാഗത്തിലാണ് നിലവിലുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ വായു ഗുണനിലവാര സൂചിക 400-ന് മുകളിലാണ് തുടരുന്ന സാഹചര്യമുള്ളത്. പലയിടത്തും ഡൽഹിയെ സംബന്ധിച്ച പുകമഞ്ഞാണ് ഈ വായു മലിനീകരണത്തോടൊപ്പം ഉള്ളത്. അത് ഏറെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതാണ്. പലർക്കും ശ്വാസതടസ്സം, അതുപോലെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉൾപ്പെടെ ഈ സാഹചര്യങ്ങളിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്തായാലും അത്തരം ഒരു സാഹചര്യം ഡൽഹിയിൽ നിലനിൽക്കുന്നു. ഒപ്പം തന്നെ പ്രധാനമന്ത്രി അസമിലാണ് തുടരുന്നത്. അദ്ദേഹത്തിൻ്റെ സന്ദർശനം ഇന്ന് പൂർത്തിയാകും. രാവിലെ ഗുവാഹത്തിയിലെ ബോറഗാവിലെ സ്വാഹിദ് സ്മാരക ക്ഷേത്രത്തിൽ രക്തസാക്ഷികൾക്ക് അദ്ദേഹം ആദരവ് അർപ്പിക്കും. അതിനുശേഷം ദിബ്രുഗഡിലെ നംരൂബിലെ അസാം വാലി ഫെർട്ടിലൈസർ ആൻഡ് കെമിക്കൽ കമ്പനി ലിമിറ്റഡിൻ്റെ അമോണിയ യൂറിയ പദ്ധതിക്കായി ഭൂമി പൂജ നടത്തും. അങ്ങനെ നിരവധി തറക്കല്ലിടൽ ചടങ്ങുകളും ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഇന്നും അസമിൽ വഹിക്കും. ഏതാണ്ട് ഇതുവരെ 15,600 കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലുമാണ് പ്രധാനമന്ത്രി നിർവഹിക്കുന്നത്. അങ്ങനെ വലിയ പദ്ധതികൾ അസം കേന്ദ്രീകരിച്ച്, തെരഞ്ഞെടുപ്പ് കേന്ദ്രീകരിച്ച കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നു. ബംഗാളിൽ ഇന്നലെ മോദി വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ, അത് SIR-നെ അനുകൂലിച്ചുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ടുള്ള ചില പ്രതികരണങ്ങൾ പ്രധാനമന്ത്രി അവിടെ നടത്തുകയുണ്ടായി. എന്തായാലും ഇത് 2 പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളാണ് ഡൽഹി കേന്ദ്രീകരിച്ച് ഇന്ന് നടക്കാൻ സാധ്യതയുള്ളത്. തിരുവനന്തപുരം മണ്ണന്തലയിൽ ഓട്ടോ ഡ്രൈവർക്ക് ലോക്കപ്പ് മർദ്ദനമേറ്റ സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും ബന്ധുക്കൾ ഇന്ന് പരാതി നൽകും. മർദ്ദനമേറ്റ ദസ്തക്കീറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനാലാണ് പരാതി നൽകാൻ വൈകിയതെന്ന് ബന്ധുക്കൾ അറിയിച്ചു. അതേസമയം സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആശുപത്രിയിലെത്തി പോലീസ് ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ശേഖരിച്ചു. ലോക്കപ്പ് മർദ്ദനത്തിന്റെ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർ ഒത്തുതീർപ്പിന് ശ്രമിച്ചതായി ദസ്തക്കീറിന്റെ ബന്ധുക്കൾ പറഞ്ഞു. വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഭാര്യയുടെ പരാതിയെ തുടർന്ന് ഓട്ടോ ഡ്രൈവറായ ദസ്തക്കീറിനെ മണ്ണന്തല പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ഉദ്യോഗസ്ഥർ അതിക്രൂരമായി മർദ്ദിച്ചത്. നിലവിൽ ഇയാൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്വർണ്ണ വ്യാപാര രംഗത്ത് 35 വർഷത്തെ പാരമ്പര്യമുള്ള സഫ ഗ്രൂപ്പിന്റെ പുതിയ ഷോറൂം സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മലപ്പുറം പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. സഫ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ KTMA സലാം ഉദ്ഘാടനം ചെയ്തു. MLA-മാരായ മഞ്ഞളാംകുഴി അലി, നജീബ് കാന്തപുരം, അബ്ദുൽ ഹമീദ് എന്നിവർ മുഖ്യാതിഥികളായി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 3 ദമ്പതികൾക്ക് ഇന്റർനാഷണൽ ഹണിമൂൺ ട്രിപ്പ് ഉൾപ്പെടെ നിരവധി ഓഫറുകളും ഉറപ്പായ സമ്മാനങ്ങളുമാണ് സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കിയിട്ടുള്ളത്. ഇന്ത്യ, UAE, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ള സഫ ഗ്രൂപ്പ് 2030 4,000 കോടി രൂപയുടെ വിപുലീകരണ പദ്ധതിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജമൻ ജ്വല്ലറി മേഖലയ്ക്ക്, പ്രത്യേകിച്ച് അതിൻ്റെ റീറ്റെയിൽ മേഖലയ്ക്ക് ഇനി ആവശ്യമുള്ളത്
ഡിസൈനാണ്. ആ നിലയ്ക്ക് നിങ്ങൾക്കറിയാം നമ്മുടെ ഈ പെരിന്തൽമണ്ണ സ്റ്റോറിൻ്റെ ഇതിൻ്റെ ഒരു ടാഗ് ലൈനായിട്ട് വന്നിട്ടുള്ളത് ഡിഫറൻറ്റ് ബൈ ഡിസൈൻ എന്നാണ്. ഈ സ്റ്റോറ് വളരെ വ്യത്യസ്തമാണ് ഡിസൈനിൻ്റെ ബേസിൽ നിന്നുകൊണ്ട്. സഫ ബ്രാൻഡിൽ 100 സ്റ്റോറുകൾ 2030 ആകുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റോറ് ഉദ്ഘാടനം ചെയ്യപ്പെടുമെന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ക്ലാരസ്, നിങ്ങൾക്കറിയാം ക്ലാരസ് സഫ ഗ്രൂപ്പിൻ്റെ ഒരു ഡിസൈനർ ജ്വല്ലറിയാണ്. അത് ലൈഫ് സ്റ്റൈൽ ജ്വല്ലറി ആക്കിയിട്ട് ഉയർത്തുകയും ആ നിലയ്ക്ക് ഒരു 300 സ്റ്റോറുകൾ ക്ലാരസ് ലൈഫ് സ്റ്റൈൽ ജ്വല്ലറി എന്ന പേരിലും നമ്മൾ ആ പേരിൽ നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ റിപ്പോർട്ടോടെ ന്യൂസ് ബ്രേക്സിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.